നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മരോട്ടിച്ചാൽ വല്ലൂരിൽ ബസും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ഉരുൾപൊട്ടൽ ഭീതിയിൽ തൃശൂർ ജില്ലയും. അതിദുർബലാവസ്ഥയിൽപ്പെട്ട മേഖലകളിലെ അശാസ്ത്രീയ നിർമ്മിതികൾ അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നു. പുതുക്കാട് മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള MLA വിദ്യാഭ്യാസ പ്രതിഭാ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. തീരദേശത്ത് മഴയ്ക്ക് നേരിയ ശമനമായെങ്കിലും വെള്ളക്കെട്ട് ഒഴിയുന്നില്ല. കയ്പമംഗലത്തും എടത്തിരുത്തിയിലുമാണ് വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നത്. തൃശൂർ നഗരത്തിൽ അപകട ഭീഷണി ഉയർത്തി തകർന്നു വീഴാറായി നിരവധി കെട്ടിടങ്ങൾ. ഒരു കെട്ടിടം പൊളിക്കുന്നതിൽ മാത്രമായി നടപടികൾ ഒതുക്കി തൃശൂർ കോർപ്പറേഷൻ. MBBS പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസോടുകൂടി പാസായ എൽനയെ CPIM കൊടകര സൗത്ത് ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി ആദരിച്ചു. വിശദമായ വാർത്തയിലേക്ക്. മരോട്ടിച്ചാൽ വല്ലൂരിൽ ബസും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. മരോട്ടിച്ചാലിൽ നിന്ന് തൃശൂരിലേക്ക് പോയിരുന്ന അനാർക്കലി ബസിൽ എതിരെ വന്ന പിക്കപ്പ് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ബസ് ഡ്രൈവർ കല്ലൂർ സ്വദേശി ജിതേഷിനും യാത്രക്കാരായ 2 പേർക്കുമാണ് പരിക്കേറ്റത്. നിസാര പരിക്കേറ്റ ഇവർ പ്രാഥമിക ചികിത്സ തേടി. ഞായറാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. ഇറച്ചിയുമായി അമിത വേഗതയിൽ വന്ന പിക്കപ്പ് ബസ്സിലിടിക്കുന്ന ദൃശ്യങ്ങൾ ബസ്സിലെ ക്യാമറയിൽ പതിഞ്ഞു. അപകടത്തെ തുടർന്ന് വാഹനങ്ങൾ റോഡിൽ നിന്ന് നീക്കാൻ കഴിഞ്ഞില്ല. ഇതുവഴിയുള്ള ഗതാഗതം വൈകിട്ടായിട്ടും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപകടത്തിൽപ്പെട്ട പിക്കപ്പിലെ ഡ്രൈവറും ക്ലീനറും സംഭവസ്ഥലത്ത് നിന്ന് പോയ ശേഷം തിരിച്ചെത്തിയില്ലെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു. ബസ് ജീവനക്കാർ ഒല്ലൂർ പോലീസിൽ പരാതി നൽകി. ഉരുൾപൊട്ടൽ ഭീതിയിൽ തൃശൂർ ജില്ലയും. അതിദുർബലാവസ്ഥയിൽപ്പെട്ട മേഖലകളിലെ അശാസ്ത്രീയ നിർമ്മിതികൾ അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നു. 2018 ഓഗസ്റ്റ് 16 കുറാഞ്ചേരിയിലെ ഉരുൾപൊട്ടൽ. 19 ജീവനുകളാണ് അന്ന് പൊലിഞ്ഞത്. ദുരന്തത്തിന് 7 വർഷം തികയുമ്പോൾ ജില്ലയിലെ ഒട്ടേറെ പ്രദേശങ്ങൾ ഇപ്പോഴും ഉരുൾപൊട്ടൽ മലയിടിച്ചിൽ ഭീതിയിലാണ്. ജില്ലയുടെ ഒരു മേഖല മുഴുവൻ മലയോര പ്രദേശമാണ്. ഇതിൽ അതിരപ്പിള്ളി, വെള്ളിക്കുളങ്ങര, പള്ളം, ദേശമംഗലം എന്നിവിടങ്ങളിൽ നേരത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അകമല ഉൾപ്പെടെയുള്ള വനമേഖലയും ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നു. രാജ്യത്ത് ഉരുൾപൊട്ടൽ സാധ്യത കൂടിയ 10 ഇടങ്ങളിൽ തൃശൂർ ജില്ലയും ഉൾപ്പെടുന്നതായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ പഠന റിപ്പോർട്ട് ഉണ്ടായിരുന്നു. മഴ കനക്കുമ്പോൾ മലയോര മേഖല ഭീതിയിലാണ്. 10 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെ ചെരിവുള്ള പ്രദേശങ്ങളിൽ മലയിടിച്ചിൽ ഭീഷണി വർദ്ധിക്കും. എന്നാൽ ഇത്തരം പ്രദേശങ്ങളിൽ അപകടകരമായ രീതിയിൽ നിർമ്മിച്ച ഒട്ടേറെ കെട്ടിടങ്ങളുണ്ട്. സാധാരണക്കാരനായ ഒരുവൻ 4 സെന്റ് ഭൂമിയിൽ ഒരു ചെറിയ കൂര പണിയാൻ അധികാരികളെ സമീപിക്കുമ്പോൾ നൂലാമാലകൾ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്ന അതേ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇത്തരം കെട്ടിടങ്ങൾക്കും അനുമതി നൽകിയിട്ടുള്ളത്. പുതുക്കാട് മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള MLA വിദ്യാഭ്യാസ പ്രതിഭാ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ A+, A1 നേടി വിജയിച്ച പുതുക്കാട് മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള MLA വിദ്യാഭ്യാസ പ്രതിഭാ പുരസ്കാരങ്ങൾ വിതരണവും 100% വിജയം നേടിയ സ്കൂളുകൾക്കുള്ള ആദരവും നടന്നു. പുതുക്കാട് പ്രജ്യോതി നികേതൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, സബ് കളക്ടർ അഖിൽ V. മേനോൻ, പ്രജ്യോതി നികേതൻ കോളേജ് ഡയറക്ടർ ഫാദർ ഹർഷജൻ പഴയാറ്റിൽ, ഗംഗാ ഗോപി എന്നിവർ സംസാരിച്ചു. ആദ്യമായി MLA പുരസ്കാരം എന്ന നിലയിലുള്ള പരിപാടി തുടക്കം കുറിച്ചിട്ടുണ്ട്. തീരദേശത്ത് മഴയ്ക്ക് നേരിയ ശമനമായെങ്കിലും വെള്ളക്കെട്ട് ഒഴിയുന്നില്ല.
കയ്പമംഗലത്തും എടത്തിരുത്തിയിലുമാണ് വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നത്. കനോലി കനാൽ കരകവിഞ്ഞ് സമീപത്തെ വീട്ടുപറമ്പുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. കയ്പമംഗലം, ചളിങ്ങാട്, പാലിയം, താഴം, കൂരിക്കുഴി, സലഫിക് വടക്ക്, ഗ്രാമലക്ഷ്മി, ഐരൂർ നഗർ, ചന്ദ്രാപിന്നി കോഴിത്തുമ്പ്, ചന്ദ്രാപിന്നി പപ്പടം നഗർ, എസ്.എൻ. വിദ്യാഭവൻ പരിസരം തുടങ്ങിയ ഇടങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂക്ഷമാണ്. വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്ന കയ്പമംഗലം പഞ്ചായത്തിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് കൂടി തുറന്നു. പള്ളിനട RCUP സ്കൂളിലാണ് പുതിയ ക്യാമ്പ് തുറന്നത്. 8-ാം വാർഡിലെ പാലിയംചിറ ഭാഗത്തു നിന്നുള്ള 5 കുടുംബങ്ങളിൽ നിന്ന് 14 പേരാണ് ക്യാമ്പിലുള്ളത്. കൂരിക്കുഴി ബാബുൽ ഉലും മദ്രസയിലെ ക്യാമ്പിൽ 15 കുടുംബങ്ങളിൽ നിന്നായി 31 പേരെയാണ് താമസിപ്പിച്ചിട്ടുള്ളത്. എടത്തിരുത്തി പഞ്ചായത്തിലെ ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലും ക്യാമ്പ് തുറന്നിട്ടുണ്ട്. 10 കുടുംബങ്ങളിൽ നിന്നുള്ള 23 പേരാണ് ക്യാമ്പിലുള്ളത്. ക്യാമ്പുകളിൽ E.T. ടൈസൺ MLA സന്ദർശനം നടത്തി. തൃശൂർ നഗരത്തിൽ അപകട ഭീഷണി ഉയർത്തി തകർന്നു വീഴാറായി നിരവധി കെട്ടിടങ്ങൾ. ഒരു കെട്ടിടം പൊളിക്കുന്നതിൽ മാത്രമായി നടപടികൾ ഒതുക്കി തൃശൂർ കോർപ്പറേഷൻ. കാലാവധി കഴിഞ്ഞ അതീവ അപകടാവസ്ഥയിലുള്ള 271 കെട്ടിടങ്ങളാണ് തൃശൂർ കോർപ്പറേഷൻ പരിധിയിലുള്ളത്. ഇതിലെ ഒരു കെട്ടിടം മാത്രം പൊളിച്ചു നീക്കാനാണ് കോർപ്പറേഷൻ കഴിഞ്ഞ ദിവസം തയ്യാറായത്. ഇനിയും പൊളിക്കാൻ ഒട്ടേറെ കെട്ടിടങ്ങളുണ്ട്. ഈ കെട്ടിടങ്ങൾ മൂലം ഏത് നിമിഷവും അപകടം സംഭവിക്കാവുന്ന സാഹചര്യവുമുണ്ട്. തൃശൂർ നഗരത്തിലെ കാലാവധി കഴിഞ്ഞ അപകടാവസ്ഥയിലായ കെട്ടിടങ്ങൾ പൊളിക്കാൻ കഴിഞ്ഞ മാർച്ചിൽ കോർപ്പറേഷൻ കൗൺസിൽ ഒറ്റക്കെട്ടായി തീരുമാനിച്ചിരുന്നു. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. മഴ ആരംഭിച്ചപ്പോൾ കെട്ടിടങ്ങൾ ഇടിഞ്ഞും മേൽക്കൂര തകർന്നും അപകടങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ മാത്രമാണ് കോർപ്പറേഷൻ ഉണർന്നത്. ഇതോടെ ഒരു കെട്ടിടം രാത്രിയിൽ പൊളിച്ചു നീക്കി. ഇതിനുശേഷം ഒരു നടപടികളുമില്ല. നഗരത്തിൽ പല വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് പഴയ കെട്ടിടങ്ങളിലാണ്. മുൻവശം ഭംഗിയായി അലങ്കരിച്ച ഈ സ്ഥാപനങ്ങളിൽ ദിവസവും 100 കണക്കിന് പേരാണ് കയറിയിറങ്ങുന്നത്. ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന കെട്ടിടങ്ങളിൽ അപകടങ്ങൾ ഒഴിവാകുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. കെട്ടിടങ്ങൾ പൊളിക്കാൻ കോർപ്പറേഷൻ തയ്യാറാവാത്തത് പലവിധ സമ്മർദ്ദങ്ങളാലാണ്. ഇത്തരം സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് അപകടാവസ്ഥയിലായ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ കോർപ്പറേഷൻ തയ്യാറായില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് തൃശൂർ നഗരം സാക്ഷ്യം വഹിക്കേണ്ടി വരും. MBBS പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസോടുകൂടി പാസായ എൽനയെ CPIM കൊടകര സൗത്ത് ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി ആദരിച്ചു. MBBS പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസോടുകൂടി പാസായ വഴിയമ്പലത്തെ കൊലേടൻ ഡെയ്സൺ മകൾ എൽനയെയാണ് CPIM കൊടകര സൗത്ത് ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി ആദരിച്ചത്. ആദരവ് CPIM ഏരിയ സെക്രട്ടറി PK ശിവരാമൻ നിർവഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം PR പ്രസാദൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KD അപ്പച്ചൻ, ലോക്കൽ കമ്മിറ്റി അംഗം KG രജീഷ്, ബ്രാഞ്ച് സെക്രട്ടറി VN ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 30 രൂപ കൂടി ഗ്രാമിന് 8,950 രൂപ, പവന് 71,600 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മരോട്ടിച്ചാൽ വല്ലൂരിൽ ബസ്സും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു.
ഉരുൾപൊട്ടൽ ഭീതിയിൽ തൃശൂർ ജില്ലയും. അതിദുർബലാവസ്ഥയിൽപ്പെട്ട മേഖലകളിലെ അശാസ്ത്രീയ നിർമ്മിതികൾ അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നു. പുതുക്കാട് മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള MLA വിദ്യാഭ്യാസ പ്രതിഭാ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. തീരദേശത്ത് മഴയ്ക്ക് നേരിയ ശമനമായെങ്കിലും വെള്ളക്കെട്ട് ഒഴിയുന്നില്ല. കയ്പമംഗലത്തും എടത്തിരുത്തിയിലുമാണ് വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നത്. തൃശൂർ നഗരത്തിൽ അപകട ഭീഷണി ഉയർത്തി തകർന്നു വീഴാറായി നിരവധി കെട്ടിടങ്ങൾ. ഒരു കെട്ടിടം പൊളിക്കുന്നതിൽ മാത്രമായി നടപടികൾ ഒതുക്കി തൃശൂർ കോർപ്പറേഷൻ. MBBS പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസോടുകൂടി പാസായ എൽനയെ CPIM കൊടകര സൗത്ത് ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി ആദരിച്ചു. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.